എന്താടാ നിങ്ങവിടെ ഉണ്ടായിരുന്നോ? നിങ്ങള് കാണേണ്ടത് എന്റെ പൊന്നു മുത്ത കാണാനാ. സസ്പെൻസ് ത്രില്ലറാണ്. സ്കൂൾ കലോത്സവം ഒപ്പനയിൽ പങ്കെടുത്ത വിദ്യാർത്ഥിനിക്കെതിരെ ദ്വയാർത്ഥ പ്രയോഗത്തിൽ റിപ്പോർട്ടർ ചാനലിനെതിരെ പോക്സോ കേസ്. വനിതാ ശിശു വികസന വകുപ്പ് ഡയറക്ടർ നേരിട്ട് നൽകിയ പരാതിയിൽ കേസെടുത്തു. തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് എടുത്ത കേസിൽ അവതാരകൻ അരുൺകുമാർ ഒന്നാം പ്രതിയാണ്. കളറായിട്ടുണ്ടല്ലോ. CG അരുൺ സിംഗ് വിശദാംശങ്ങളുമായി ചേരുന്നു. അരുൺ, ഈ കേസെടുത്തത് ഇതിന്റെ വകുപ്പുകളും അടക്കം വിവരങ്ങൾ എന്താണ്? ജെയിംസ്, കന്റോൺമെന്റ് പോലീസാണ് കേസ് എടുത്തിട്ടുള്ളത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സർക്കാരിന്റെ വകുപ്പ് തന്നെ, വനിതാ ശിശു വികസന വകുപ്പ്, അതിന്റെ ഡയറക്ടർ തന്നെ നേരിട്ട് പരാതി നൽകുകയായിരുന്നു. റിപ്പോർട്ടർ ടിവിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അരുൺകുമാറിനെ ഒന്നാം പ്രതി ആക്കിക്കൊണ്ടാണ് കേസെടുത്തിട്ടുള്ളത്. എല്ലാം നഷ്ടപ്പെടുന്നതായി തോന്നി തുടങ്ങുമ്പോൾ നിങ്ങൾ ഒന്ന് ഓർമ്മിക്കണം, ചുറ്റുപാടും ഒന്ന് നോക്കണം. നിങ്ങളുടെ ചുറ്റുവട്ടത്ത് നിൽക്കുന്ന മരങ്ങളെ ഒന്ന് നോക്കണം. എല്ലാ വർഷവും മരങ്ങളുടെ ഇല കൊഴിയും. ഈ കുട്ടിയുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ അല്ലെങ്കിൽ കളങ്കപ്പെടുത്തുന്ന തരത്തിലുള്ള ദ്വയാർത്ഥ പ്രയോഗം ഉണ്ടായി എന്നുള്ളൊരു ആക്ഷേപമാണ് ഉയർന്നു വന്നിട്ടുള്ളത്. അതുതന്നെയാണ് FIR-ലും പറയുന്നത്. ഈ മത്സരത്തിൽ പങ്കെടുത്ത പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ അഭിമാനത്തെ കളങ്കപ്പെടുത്തുന്ന തരത്തിലുള്ള ചർച്ചയും ദ്വയാർത്ഥ പ്രയോഗങ്ങളും നടത്തി എന്നുള്ളതാണ് FIR-ൽ കുറ്റമായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. പോക്സോ വകുപ്പാണെങ്കിൽ പോലും പ്രഥമദൃഷ്ട്യാ ജാമ്യമില്ലാത്ത കുറ്റം എന്ന് പറയാം. പക്ഷേ അങ്ങനെ പെട്ടെന്ന് അറസ്റ്റ് പോലുള്ള നടപടികളിലേക്ക് പോകേണ്ട ഒരു വകുപ്പല്ല. അതൊക്കെ നമുക്ക് നോക്കിക്കോളാം. പിന്നെ കൊള്ളാം, നമ്മളിവിടെ എന്തിനിരിക്കുന്നത്? ശരിയെണ്ണ നമത്തെ.